ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് തെന്മല ഇക്കോ ടൂറിസം മത്സ്യഫെഡിൻ്റെ കീഴിലുള്ള അക്വേറിയം കാണാനാണ്. നമ്മൾ ടിക്കറ്റ് എടുത്തു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക്. നമ്മൾ അകത്തോട്ട് കയറിയിട്ടുണ്ട്. ഒരുപാട് അക്വേറിയങ്ങളുണ്ട് ഗൈസ് ഇവിടെ നമുക്ക് കാണാനായിട്ട്. നമുക്ക് ഓരോന്നായിട്ട് പരിചയപ്പെടാം. ആദ്യം തന്നെ ഓസ്കാർ ഫിഷ്. നമ്മൾ ഈ കാണുന്ന മീനാണ് ഓസ്കാർ ഫിഷ്. ഇതൊരു ശുദ്ധജല മത്സ്യമാണ് കേട്ടോ. ഇത് നമ്മുടെ ചൈന, ഓസ്ട്രേലിയ, അമേരിക്കൻ ഐക്യനാടുകളിൽ, ഫ്ലോറിഡയിലെ ജലാശയങ്ങൾ എന്നിവിടങ്ങളിലായി പൊതുവായി കണ്ടുവരുന്നു. ഫ്ലോറിഡയിലൊക്കെ ഇതിനെ ഗെയിം മത്സ്യമായിട്ട് ഉപയോഗിക്കാറുണ്ട് കേട്ടോ. ഓസ്കാർ മത്സ്യക്കുഞ്ഞുങ്ങൾ സാധാരണയായി ഓരോ മാസവും ഏതാണ്ട് 1 ഇഞ്ച് വലുപ്പത്തിൽ വളരുന്നതായി കാണുന്നു. ഏകദേശം 9 മാസത്തിന് ശേഷം ഓസ്കാറുകളുടെ വളർച്ച മന്ദഗതിയിലാകുന്നു. ഒരു 3 വയസ്സാകുമ്പോഴത്തേക്ക് ഇതിൻ്റെ വളർച്ച പൂർണ്ണമാകുന്നതാണ്. കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ കൂട്ടുകാരെ. ഈ മീനെ ഒന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ് കേട്ടോ. നോക്കി നിന്ന് പോകും. അധികം നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരുപാട് മീനുകളെ നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് മിൽക്കി വൈറ്റ് കാർപ്പാണ് കേട്ടോ. നമ്മൾ ഈ കാണുന്നതാണ് മിൽക്കി വൈറ്റ് കാർപ്പ്. ഇതൊരു റേ ഫീൽഡ് മത്സ്യമാണ്. മൃഗാൾ എന്നും അറിയപ്പെടാറുണ്ട്. കരിമീൻ്റെ വിഭാഗത്തിൽപ്പെടുന്ന ഒരു മീനാണ്. വളരെ കാണാൻ നല്ല ഭംഗിയുള്ളൊരു മീനാണ് കേട്ടോ. അടുത്തതായിട്ട് വെള്ളി സ്രാവ്, വൈറ്റ് ഷാർക്കാണ് കേട്ടോ. ഇത് അക്വേറിയത്തിൽ വളർത്താൻ പറ്റുന്ന സ്രാവാണ് കേട്ടോ. അക്വേറിയം സ്രാവാണ്. അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ജെയിന്റ് ഗൗരാമിയാണ് കേട്ടോ. വലിയ ഫീമൻ മത്സ്യമാണ്. വലിയ ചിറകുകളും വലിയ ഉണ്ട കണ്ണും ഒക്കെ ആയിട്ടുള്ളൊരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മത്സ്യം തന്നെയാണ് കേട്ടോ. ഇവനെ ഒന്ന് കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. അത്രയും ബ്യൂട്ടിഫുള്ളാണ് അവനെ കാണാനായിട്ടോ. ഈ ഗൗരാമി മീനെ ശുദ്ധജല മത്സ്യ കുടുംബങ്ങളിൽ പെട്ടവയാണ്. ഈ കുടുംബത്തിൽപ്പെട്ട മിക്ക മത്സ്യങ്ങളും അലങ്കാര മത്സ്യം എന്ന നിലയിൽ വളർത്തി വരുന്നു. ഇവ സ്വാഭാവികമായും ഏഷ്യ ഭൂഖണ്ഡത്തിൽ ഇന്ത്യ, പാകിസ്ഥാൻ, വടക്കു കിഴക്കൻ കൊറിയ എന്നിവിടങ്ങളിലാണ് കാണപ്പെടുന്നത്. വളരെ ആക്റ്റീവാണ് കേട്ടോ ഈ മീന്. നല്ല ഫീമുമായിട്ടുള്ള കണ്ണുകളും നല്ല ആക്റ്റീവ്, ഇച്ചിരി അഗ്രസീവ് ആണെന്ന് കണ്ടാൽ തോന്നും. പക്ഷെ ആളൊരു പാവമാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. മുട്ടയിടുന്ന മത്സ്യങ്ങളാണ് ഇവയിൽ മിക്കവയും. കുഞ്ഞുങ്ങളെ സംരക്ഷിച്ച് വളർത്തുന്നവയാണ്. ഈ ഇനത്തിൽപ്പെട്ട എല്ലാ മത്സ്യങ്ങൾക്കും വായുവിൽ നിന്നും നേരിട്ട് ശ്വസിക്കാൻ സാധിക്കും. ഇതാണ് ഇവയുടെ ഒരു പ്രത്യേകത. അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ജെയിന്റ് ഗൗരാമി വൈറ്റ് ആണ് കേട്ടോ. ഇതും നല്ല വലിപ്പമുള്ളൊരു മീൻ തന്നെയാണ്. നല്ല വലിയ ഉണ്ട കണ്ണുകളും ചിറകുകളും ഒക്കെ ഉള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മീനാണ്. അപ്പം നമ്മളിതിൻ്റെ മറ്റൊരു വെറൈറ്റി ഇപ്പോൾ കണ്ടതേ ഉള്ളൂ. കേരളത്തിൽ 4 ഇനം ജെയിന്റ് ഗൗരാമികളാണ് ലഭ്യമായിട്ടുള്ളത്. അവയിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ജെയിന്റ് ഗൗരാമി വൈറ്റ്. ഈ ജെയിന്റ് ഗൗരാമി വൈറ്റ് എന്ന് പറഞ്ഞൊരു ഫീമൻ മത്സ്യം തന്നെയാണ് കേട്ടോ. ഈ കളർ പാറ്റേൺ ആണ് ഇതിനെ വ്യത്യസ്തമാക്കുന്നത്. റെഡും വൈറ്റും കൂടെ മിക്സ്ഡ് ആയിട്ടുള്ള എന്താ പറയുക, ഒരു പ്രത്യേക ഒരു കളർ പാറ്റേൺ ആണ് ഇതിൻ്റെ. ഭീമമായിട്ടുള്ള ചിറകുകളും എല്ലാമാണ് ഈ മീനിനെ വ്യത്യസ്തമാക്കുന്നത്. നമ്മൾ അടുത്ത പരിചയപ്പെടാൻ പോകുന്നത് കാർപ്പ് മത്സ്യമാണ്. നമ്മളിപ്പോൾ വൈറ്റ് മിൽക്കി കാർപ്പിനെ കണ്ടിരുന്നു.
ഇത് എല്ലാ കളർ വെറൈറ്റീസോടെ ചേർന്നിട്ടുള്ളൊരു അക്വേറിയമാണ് കേട്ടോ. അപ്പം നല്ല ഭംഗിയുള്ള ഒരു മത്സ്യം തന്നെയാണ് ഈ കാർപ്പ്. കൂടുതലായിട്ട് നമ്മൾ ഈ യെല്ലോയും ഗോൾഡൻ കളറുമാണ് നമ്മൾ ഈ അക്വേറിയത്തിൽ കാണാൻ സാധിക്കുന്നത്. വൈറ്റും ഉണ്ട്. എല്ലാ കളർ വെറൈറ്റീസോടെ മിക്സ് ആയിട്ടാണ്. കൂട്ടുകാരെ, നമ്മൾ അടുത്ത പരിചയപ്പെടാൻ പോകുന്നതാണ് ബ്ലാക്ക് സ്പോട്ട് ബാർബ്. പേര് കേട്ടിട്ട് ഞെട്ടണ്ട, ഇത് പൂവാലിപ്പരലാണ് കേട്ടോ. പരലെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്നൊരു പേരല്ലേ. നമ്മുടെ തോട്ടിലൊക്കെ കാണുന്ന പരൽ പോലെ തന്നെ അതിൻ്റെ തന്നെ ഒരു വെറൈറ്റിയാണ് പൂവാലിപ്പരൽ. അപ്പം ഞാനിതിനെ ഇത്ര ക്ലിയർ ആയിട്ട് കാണുന്നത് ആദ്യമായിട്ടാണ്. നല്ല രസമുണ്ട് കേട്ടോ. അതിൻ്റെ കണ്ണും ഒരു ക്യൂട്ടാണ്, കൊച്ചൊരു മത്സ്യമാണ് കേട്ടോ. ഇത് കേരളത്തിലെ ആറുകളിലെല്ലാം കാണാറുണ്ട് കേട്ടോ. ഇതിൻ്റെ ഈ പ്രത്യേകത ഈ വാലിൻ്റെ അവിടുത്തെ ഈ കറുത്ത സ്പോട്ട് തന്നെയാണ് ഇതിനെ പെട്ടെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഏഞ്ചൽ ഫിഷാണ്, മാലാക മത്സ്യം. എല്ലാവർക്കും അറിയാവുന്നൊരു മത്സ്യം തന്നെയാണ് നമ്മുടെ ഈ ഏഞ്ചൽ ഫിഷ്. കൂടുതലും ആൾക്കാർ വീട്ടിലുള്ള അക്വേറിയങ്ങളിലേക്ക് സെലക്ട് ചെയ്യുന്നൊരു മത്സ്യം കൂടിയാണ് നമ്മുടെ ഈ ഏഞ്ചൽ. കാരണം അതിൻ്റെ കളർ വെറൈറ്റീസ് ഒരുപാടുണ്ട്. പരന്ന ശരീരവും ഒരു 15 സെൻറ്റിമീറ്റർ വരെ മുതിർന്ന ഏഞ്ചൽ ഫിഷിൻ്റെ വളർച്ച എത്തും. അതുപോലെ തന്നെ ഇതിൻ്റെ ചിറകുകളാണ് ഈ ഏഞ്ചൽ ഫിഷ് എന്നുള്ള പേര് കിട്ടാനുള്ള പ്രധാന കാരണം. നമുക്ക് കൂടുതലായിട്ട് അവൈലബിളായിട്ട് കിട്ടുന്നത് ഈ ബ്ലാക്കും യെല്ലോയും ഈ വൈറ്റുമായിട്ടുള്ള കളറുകളാണ് നമുക്ക് കൂടുതലും ഷോപ്പുകളിൽ നിന്ന് അവൈലബിളായിട്ടുള്ളത്. കൂട്ടുകാരെ, ഇവർ മുട്ടയിടുന്നവയാണ് കേട്ടോ. ഇവയുടെ മുട്ട നിക്ഷേപിക്കാറുള്ളത് പാറക്കെട്ടുകൾക്കിടയിലും ഇലകളുടെയും തണ്ടുകളുടെയൊക്കെ അടിഭാഗത്തൊക്കെ ആയിട്ടാണ് ഇവ മുട്ട നിക്ഷേപിക്കാറുള്ളത്. അതുപോലെ ഇവരുടെ മുട്ട ഒരു ചരടിൽ മുത്ത് കോർത്ത പോലെയാണ് കാണപ്പെടാറുള്ളത്. ഏകദേശം ഒരു 40 മുതൽ 60 മണിക്കൂറിനുള്ളിൽ ഇവയുടെ മുട്ട വിരിയുകയും ചെയ്യും. ഇവയുടെ പ്രധാന ഭക്ഷണം എന്ന് പറയുന്നത് സൂക്ഷ്മജീവികളും കൊഞ്ചും ഒക്കെയാണ്. ആദ്യത്തെ കുറച്ച് ദിവസം ഇവ നിലയില്ലാതെ ഒഴുകി നടക്കുമെങ്കിലും പിന്നീട് ഒരു 6 ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവയ്ക്ക് നന്നായിട്ട് നീന്താനും സ്റ്റേബിളായിട്ടിരിക്കാനും ഒക്കെ സാധിക്കുന്നതാണ്. അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കളർ വിഡോ ടെററ്റാസ് ആണ് കേട്ടോ. അപ്പം ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒരു മത്സ്യമാണ്. നമ്മൾ മീൻ വളർത്തുന്നവർക്കെല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു മത്സ്യം കൂടെ തന്നെയാണ് കേട്ടോ. ഈ ഒരു ഫിഷിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കളർ വെറൈറ്റീസ് അവൈലബിളായിട്ട് കിട്ടുന്നതാണ്. ഏകദേശം ഒരു 2 മുതൽ 3 ഇഞ്ച് വരെ നീളത്തിലിത് വളരുന്ന ഒരു മത്സ്യമാണ്. അതുപോലെ തന്നെ നല്ല രീതിക്ക് നമ്മളിതിന് കെയറിങ് കൊടുത്താൽ 3 മുതൽ 5 വർഷം വരെ ഇതിൻ്റെ ലൈഫ് സ്പാൻ ഉള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നമ്മുടെ അക്വേറിയത്തിലൊക്കെ ഇത് മേടിച്ചിട്ട് കഴിഞ്ഞാൽ നല്ല കളർഫുള്ളായിരിക്കും കാണാൻ. പച്ചയായാലും പിന്നെ ചുമപ്പ്, മഞ്ഞ, പിന്നെ വയലറ്റ്, ബ്ലൂ, എല്ലാ കളർ വെറൈറ്റീസും ഒരുമാതിരിപ്പെട്ട എല്ലാ കളർ വെറൈറ്റീസും നമുക്ക് കിട്ടും. അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന മീനാണ് ഗൗരാമി. ഗൗരാമി എന്ന് പറഞ്ഞ മീനെ പറ്റി ഞാൻ കേട്ടിട്ടുള്ള മീനല്ല. ഇതിപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഇതിനെപ്പറ്റി കേൾക്കുന്നതും കാണുന്നതും കേട്ടോ. ഗൗരാമി മത്സ്യങ്ങൾ ശുദ്ധജലത്തിൽ വളരുന്ന ഇനമാണ്. അവ പല വലുപ്പത്തിലും നിറത്തിലും കാണപ്പെടുന്നു. ഇതിൻ്റെ വലിപ്പം സാധാരണ 2 ഇഞ്ച് മുതൽ 28 ഇഞ്ച് വരെയാണ്. ഇതിൻ്റെ സ്പീഷീസ് അനുസരിച്ചാണ് കാണാറുള്ളത്. അതുപോലെ ഇതിൻ്റെ ലൈഫ് സ്പാൻ എന്ന് പറഞ്ഞാൽ 3 മുതൽ 8 വർഷമാണ്. ചില സ്പീഷീസുകൾ 20 വർഷം വരെയൊക്കെ ജീവിക്കും. അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന മീനാണ് ടൈഗർ തിലാപ്പിയ. നമ്മൾ സാധാരണ ഫിലോപ്പിയ എന്നൊക്കെയാണ് നമ്മുടെ നാട്ടിലൊക്കെ ഇതിനെ വിളിക്കാറുള്ളത്. പക്ഷേ ഇതിൻ്റെ യഥാർത്ഥ നെയിം ടൈഗർ തിലാപ്പിയ എന്നാണ് കേട്ടോ. ഇത് ഏകദേശം 2 മുതൽ 3 ഫീറ്റ് 60 മുതൽ 90 സെൻറ്റിമീറ്റർ നീളത്തിലൊക്കെ വളരും. ഇത് കുളങ്ങളിലും മറ്റുമായിട്ട് വളർത്തിയെടുക്കാനും പറ്റും. പെട്ടെന്ന് തന്നെ ഇതിൻ്റെ വളർച്ച പൂർണ്ണതയിൽ എത്തുകയും ചെയ്യുന്നത് കൊണ്ടും വലിയ സൈസായിട്ട് വളരുന്നത് കൊണ്ടും ഏറ്റവും കൂടുതൽ കൃഷിക്കാർ ഈ ഒരു മത്സ്യത്തിനെയാണ് പ്രധാനമായിട്ടും വളർത്തുന്നത്. അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന മീനാണ് തത്ത മത്സ്യം, പാരറ്റ്
ഫിഷ്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഒരു മീനെ പറ്റി കേൾക്കുന്നതും ഇതിനെ കാണുന്നതും കേട്ടോ. ഇതിനെ കാണാനുള്ള ഈ പ്രത്യേകത തന്നെയാണ് ഇതിന് ഈ പേര് വരാനും കാരണം. തത്തയെ പോലെയുള്ള കണ്ണുകളും പിന്നെ ഒരു അപ്പിയറൻസ്, തലയുടെ ഒരു അപ്പിയറൻസും എല്ലാമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ വളർച്ചയെന്ന് പറയുമ്പം 6 മുതൽ 8 ഇഞ്ച് വരെയാണ്. അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്ന ഒരു മീനാണ് ടെർട്ടാസ് വൈറ്റ്. അപ്പോൾ നമ്മൾ കളർ ടെർട്ടാസ് കണ്ടിരുന്നു. നമുക്ക് ഈ അക്വേറിയത്തിൽ കാണാൻ സാധിക്കുന്നത് വൈറ്റാണ് കേട്ടോ. ഒരുപാട് മീനുകളുണ്ട്. വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവയുടെ ലെങ്ത് എന്ന് പറയുന്നത് 2 മുതൽ 3 ഇഞ്ച് വരെയാണ്. ഇതിൻ്റെ ലൈഫ് സ്പാൻ എന്ന് പറഞ്ഞാൽ 2 മുതൽ 5 വർഷം വരെയാണ് മാക്സിമം. അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അലിഗേറ്റർ ഗാറാണ് കേട്ടോ. പേര് പോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ളൊരു മീനാണിത്. ഫ്ലാറ്റായിട്ടുള്ളൊരു ഹെഡും നല്ല നീണ്ട ശരീരപ്രകൃതവും നല്ല മനോഹരമായിട്ടുള്ള ചിറകുകളും ഒക്കെയുള്ളൊരു മത്സ്യം കൂടിയാണിത്. ഇതിൻ്റെ വാഭാഗമൊക്കെ നല്ല നീണ്ട കൂർത്തതാണ്. ഏകദേശം ഒരു 2 ഫീറ്റ് 60 സെൻറ്റിമീറ്റർ വരെയൊക്കെ ഇതിന് വലിപ്പം വെക്കും. ഇവ സൗത്ത് അമേരിക്കൻ രാജ്യങ്ങളിലാണ് കണ്ടുവരുന്നത്. ഇതിൻ്റെ പേര് പോലെ തന്നെ വളരെ മനോഹരമായിട്ടുള്ളൊരു ഫിഷാണിത്. നല്ല തൂവെള്ള വൈറ്റ് കളറായിട്ടാണ്, നല്ല റെഡ് കളറിൽ ഐസും ഒക്കെ ആയിട്ട് നല്ല മനോഹരമായ ചിറകുകളോട് കൂടിയ ഒരു ഫിഷാണിത്. അത്യാവശ്യം നല്ല വലിപ്പവും ഉണ്ട് കേട്ടോ. ഇതൊരു ശുദ്ധജല മത്സ്യം കൂടിയാണ്. കൂടാതെ സൗത്ത് അമേരിക്കൻ രാജ്യങ്ങളിലാണ് കൂടുതലായിട്ടും ഇവയെ കാണാറുള്ളത്. പ്രധാനമായിട്ട് 24 മുതൽ 30 ഇഞ്ച് വരെയാണ് ഇതിൻ്റെ ആവറേജ് വളർച്ച. 60 മുതൽ 75 സെൻറ്റിമീറ്റർ എന്നുള്ളത്. 15 മുതൽ 25 വർഷമാണ് ഇതിൻ്റെ ലൈഫ് സ്പാൻ. അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നതാണ് ഗോൾഡ് ഫിഷ്. ഗോൾഡ് ഫിഷിനെ എല്ലാവർക്കും അറിയാവുന്നൊരു കോമൺ ആയിട്ടുള്ളൊരു മത്സ്യമാണ്. 1 മുതൽ 3 ഇഞ്ച് വരെയാണ് മാക്സിമം വളർച്ച. നല്ല മെമ്മറി സ്പാൻ ഉള്ളൊരു മത്സ്യമാണ് ഈ ഗോൾഡ് ഫിഷ്. ഇവയ്ക്ക് ഇതിൻ്റെ ഓണറിനെ തിരിച്ചറിയാനും സൗണ്ടുകൾക്ക് റെസ്പോണ്ട് ചെയ്യാനും ഒക്കെ ഉള്ളൊരു കഴിവുണ്ട്. അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഫിഷാണ് ക്രേ ഫിഷ്. ഇവയ്ക്ക് പ്രധാനമായും ഫ്രഷ് വാട്ടർ എൻവയോൺമെൻ്റ് ആണ് ആവശ്യം. ഹൈഡായിട്ടിരിക്കാനുള്ള സെറ്റപ്പൊക്കെ ഈ അക്വേറിയത്തിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ അത് എടുത്തു പറയേണ്ട കാര്യമാണ്. നല്ലൊരു അക്വേറിയം തന്നെയാണ് ഒരുക്കി വച്ചിരിക്കുന്നത്. ഈ ക്രേ ഫിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞണ്ടിൻ്റെയും കൊഞ്ചിൻ്റെയും വർഗ്ഗമാണ് കേട്ടോ. ഇവയ്ക്ക് ഞണ്ടുകളെ പോലെ നഖങ്ങളും കൊഞ്ചുകളെ പോലെ ശരീരവും ഉണ്ടാകും. ഇത് ശുദ്ധജലത്തിൽ കാണപ്പെടുന്ന ഒരു ജീവിയാണ്. ഇവയെ ചീറ്റക്കൊമ്പ് അല്ലെങ്കിൽ ചീറ്റക്കൊഞ്ച് എന്നൊക്കെയാണ് വിളിക്കാറുള്ളത്. അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന മോർഫ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മീനാണ് കേട്ടോ ഈ മോർഫ് എന്ന് പറയുന്നത്. അതിൻ്റെ ഈ കളർ വെറൈറ്റീസ് തന്നെയാണ് അതിൻ്റെ ഒരു പ്രത്യേകത. പ്രത്യേക രീതിയിലുള്ളൊരു ശരീരഘടനയും പിന്നെ കളർ വെറൈറ്റീസും എല്ലാമാണ് ഇതിനെ വ്യത്യസ്തമാക്കുന്നത്. ഒരുപാട് വെറൈറ്റി മോർഫ് മീനുകളുണ്ട് കേട്ടോ. അതിനെ തിരിച്ചറിയാൻ പറ്റുന്നൊരു കാര്യം നമ്മൾ അതിൻ്റെ സ്ട്രക്ചറിലുണ്ടാകുന്ന വ്യത്യാസം തന്നെയാണ് ഓരോ സ്പീഷീസിനെയും ഡിഫറെൻ്റായിട്ട് മാറ്റുന്നത്. നിങ്ങൾക്ക് കാണാനാകും ഓരോ കളർ വെറൈറ്റീസിനും ഓരോ രീതിയിലുള്ള പാറ്റേൺസും ഡിസൈൻസും ഒക്കെയാണ്. ഇവയുടെ ഒരു ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് ഇവയുടെ വെറൈറ്റികളെ അനുസരിച്ചിരിക്കും. അതായത് ഗപ്പി മോർഫ് എന്നൊക്കെ പറയുന്നത് 1 മുതൽ 3 വർഷം വരെയൊക്കെ ആയുസുള്ളൂ. പക്ഷേ 10 വർഷം വരെയൊക്കെ നിൽക്കുന്ന വെറൈറ്റി മോർഫുകളൊക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഒരു മത്സ്യമാണ് പിരാന മത്സ്യം. ഇവയെപ്പറ്റി അറിയാത്ത ആളുകൾ കുറവാണ്. കൊടൂര മത്സ്യമായിട്ടാണ് നമ്മളൊക്കെ ഫിലിമിൽ ഇതിനെ കണ്ടിട്ടുള്ളത്. ആ കൃഷിയാണ് ഈ കാണുന്നത് കേട്ടോ. ഇവയെപ്പറ്റി കൂടുതൽ അറിയാം. ഷാർപ്പായിട്ടുള്ള ടീത്താണ് ഇവയ്ക്ക് കണ്ടുവരുന്നത്.
ഇവയുടെ ആവറേജ് ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 5 മുതൽ 15 വർഷമൊക്കെയാണ്. ചില സ്പീഷീസ് 18 മുതൽ 20 വർഷം വരെയൊക്കെ ജീവിക്കാറുണ്ട് കേട്ടോ. കൂട്ടുകാരെ, നമ്മൾ അടുത്ത പരിചയപ്പെടാൻ പോകുന്ന മീനാണ് റെഡ് ബെൽഡ് പാച്ചു. അപ്പം നമ്മൾ ആൽബിനോ പാച്ചുവിനെ കണ്ടായിരുന്നു. അതേ വിഭാഗത്തിൽപ്പെടുന്ന മീനാണ് കേട്ടോ ഈ റെഡ് ബെൽഡ് പാച്ചു. ഇവൻ അത്യാവശ്യം വലിയ വലിപ്പമുള്ളൊരു മീൻ തന്നെയാണ്. നല്ല മിനുമിനുപ്പുള്ളതും തിളക്കമാർന്ന ശരീരമുള്ളതുമായിട്ടുള്ളൊരു മീനാണ്. കാണാൻ നല്ല ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ. നല്ല വൈറ്റ് കളറിൽ റെഡ് കളറിലെ ഐസൊക്കെ ആയിട്ട് നല്ല മനോഹരമായ ചിറകുകളും എല്ലാം ഉള്ളൊരു മീനാണ്. ഇവയുടെ ലൈഫ് സ്പാൻ ഒരു ആവറേജ് 15 മുതൽ 20 വർഷമാണ്. ഇതൊരു ശുദ്ധജല മത്സ്യം കൂടിയാണ് കേട്ടോ കൂട്ടുകാരെ. ഇവയ്ക്ക് പിരാപിറ്റിങ്ക എന്നൊരു പേര് കൂടിയുണ്ട് കേട്ടോ. പ്രധാനമായിട്ടും കണ്ടുവരുന്നത് സൗത്ത് അമേരിക്കൻ രാജ്യങ്ങളിലാണ്. പിരാന, സിൽവർ ഡോളേഴ്സ് പോലെയുള്ള വലിയ മീനുകളുടെ ഗണത്തിൽപ്പെട്ട ഒന്നാണ് നമ്മുടെ ഈ റെഡ് ബെൽഡ് പാച്ചു. ഇവയുടെ പ്രധാന ഭക്ഷണം എന്ന് പറഞ്ഞാൽ ചെറു മീനുകളൊക്കെയാണ്. ഇവ വലിയൊരു അഗ്രസീവ് നേച്ചറുള്ളൊരു മീനല്ല കേട്ടോ. സൗത്ത് അമേരിക്കൻ രാജ്യങ്ങളിലൊക്കെ ഇവയെ ഭക്ഷ്യയോഗ്യമായി ഉപയോഗിക്കാറുണ്ട്. അത് ഇവയ്ക്ക് ഹൈ പ്രോട്ടീൻ കണ്ടൻറ്റും ന്യൂട്രീഷൻ വാല്യൂ ഒക്കെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇവയുടെ വളർച്ചയെപ്പറ്റി പറയുകയാണെങ്കിൽ 88 സെൻറ്റിമീറ്റർ വരെ ഇത് വളരും. അതുപോലെ തന്നെ 25 കിലോഗ്രാം വരെ തൂക്കം ഉണ്ടാവുകയും ചെയ്യും കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന മീനാണ് മാർബിൾ ക്യാറ്റ് ഫിഷ്. പേര് പോലെ തന്നെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു മീനാണ് ഈ മാർബിൾ ക്യാറ്റ് ഫിഷ്. ഇവ പ്രധാനമായും കണ്ടുവരുന്നത് കെനിയ, ഉഗാണ്ട, തായ്ലാൻഡ് പോലെയുള്ള രാജ്യങ്ങളിലാണ് കേട്ടോ. ഇവ പ്രധാനമായും മാർബിൾഡ് പാറ്റേൺ ആയിരിക്കും. ഗ്രേ ബാക്ക്ഗ്രൗണ്ട് ആൻഡ് വൈറ്റ് ഓർ യെല്ലോ മാർക്കിങ്സോടെ ചേർന്നിട്ടുള്ളൊരു മീനാണ്. 6 മുതൽ 12 ഇഞ്ച് വരെയൊക്കെ വലിപ്പം വരും. അടുത്തതായിട്ട് പൻകേഷസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മീനാണ് പരിചയപ്പെടാൻ പോകുന്നത്. ഇവ പെട്ടെന്ന് വളരുന്നൊരു മീനാണ്. 3 ഫീറ്റ് നീളം വരെയൊക്കെ ഈ മീനിൻ്റെ വളർച്ച വരും കേട്ടോ. അടുത്തതായിട്ട് ബ്ലാക്ക് ഗോസ്റ്റ് ഫിഷ്. അതുപോലെ തന്നെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു മീനാണ്. സൂക്ഷിച്ച് നോക്കിയാൽ മാത്രമേ കാണത്തുള്ളൂ. ചെറിയൊരു ബ്ലാക്ക് തൂവൽ പോലെ മാത്രമാണ് ഫിഷിൻ്റെ ഒരു സ്ട്രക്ചർ. നല്ല നീളമുള്ളതും കറുവായിട്ടുള്ളൊരു കത്തി പോലെയാണ് ഈ മീനെ കാണാൻ കഴിയുക. ഏകദേശം 18 മുതൽ 20 ഇഞ്ച് വരെയൊക്കെ നീളം വെക്കും. ഇവയുടെ പ്രധാന ആഹാരം ബ്ലഡ് വേംസ് ആണ്. ഈ ഗോസ്റ്റി ഫിഷ് എന്നുള്ള പേര് കിട്ടാൻ പ്രധാനമായിട്ടുള്ളൊരു കാരണം എന്ന് പറയുന്നത് ഇവയുടെ തല നിയന്ത്രിക്കുന്നതൊരു ആണെന്നും ആ ഗോസ്റ്റാണ് ഇവയുടെ ബോഡിയുടെ ഫുൾ കൺട്രോളും എന്നാണ് മെത്തോളജി അനുസരിച്ച് പോരുന്നത്. ഇവയുമായിട്ട് കോണ്ടാക്റ്റ് വെച്ചാൽ അലർജിക് റിയാക്ഷൻ നമ്മുടെ ബോഡിയിൽ ഉണ്ടാവാൻ ചാൻസ് വളരെ കൂടുതലാണ്. അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ആൽബിനോ പിരാന. ഈ ആൽബിനോ പിരാന എന്ന് പറയുന്നത് തന്നെ ആൽബിനോ പാച്ചു തന്നെയാണ് കേട്ടോ. അതിനെ മറ്റൊരു പേരിലും അറിയപ്പെടാറുണ്ട് ഈ ആൽബിനോ പിരാന എന്ന്. ആക്ച്വലി ഇവ രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ ഗൈസ്. അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നൊരു മീനാണ് ജാഗോർ സ്വിച്ചൽസ്. സിൽവറും ഗോൾഡൂടെ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഫിഷാണിത്. കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആണ്. 14 മുതൽ 16 ഇഞ്ച് വരെയൊക്കെ ഇത് വളരും. ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുമ്പോൾ 3.5 പൗണ്ട് വരെയൊക്കെ ഇതിൻ്റെ വെയിറ്റ് വരാറുണ്ട്. ഇതിൻ്റെ ശരീരത്തിലെ ഈ ഡിസൈൻ തന്നെയാണ് ഇതിനെ കൂടുതൽ അട്രാക്റ്റീവായിട്ട് നമുക്ക് തോന്നിപ്പിക്കുന്നത്. ഇവയുടെ ലൈഫ് സ്പാൻ എന്ന് പറഞ്ഞാൽ ഒരു 15 വർഷമൊക്കെ ആവറേജ് ഇതിൻ്റെ ലൈഫ് സ്പാൻ കിട്ടാറുണ്ട്.